ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വൈശാഖ് മായമ്മയുടെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ മായമ്മയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. വൈശാഖ് ഇപ്പോൾ മായമ്മയുടെ കരണത്തടിച്ചു. എന്നെയൊന്നും ചെയ്യല്ലേ, വേണ്ട പ്ലീസ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാലും വീണ്ടും ഉപദ്രവിക്കുകയാണ് വൈശാഖ്. കുറെ ഉപദ്രവിച്ചതിന് ശേഷം വൈശാഖ് ഒരു കയറെടുക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് മായമ്മ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സമ്മതിക്കുന്നില്ല. ഇതിനിടയിൽ വൈശാഖ് ആ കയറ് കൊണ്ട് മായമ്മയുടെ കഴുത്തിൽ വലിഞ്ഞു മുറുക്കി മായമ്മ ഇല്ലാതാക്കുകയാണ്. മായമ്മ മരിച്ചു കഴിഞ്ഞു. അങ്ങനെ വൈശാഖ് മായമ്മയെ കൊന്നു. ശേഷം പെട്ടെന്ന് തന്നെ അതിൽ ഒരാൾ വന്ന് ആ വണ്ടിയിലേക്ക് കയറി കുഞ്ഞിനെ അഴിച്ചു വിടുകയാണ്. കെട്ടഴിച്ചു വിട്ടിട്ട് മാസ്കും എടുത്ത് മാറ്റി ആ കുട്ടിയെ പറഞ്ഞയച്ചു. പെട്ടെന്ന് ആ കുട്ടി അവിടെ നിന്ന് ഓടുന്ന സമയത്ത് വൈശാഖൻ ടീമും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു. ജയറാം വീട്ടിലേക്ക് തിരിച്ചു വന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് മീനാക്ഷി. ആ അമ്മുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുന്നു. ഇല്ല, എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന് ജയറാം. മായ ചേച്ചി എവിടെയെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ജയറാം പറയുന്നു, മായമ്മയെ ഞാൻ കൊണ്ടുവന്ന് അവരുടെ വീടിന്റെ മുന്നിലെ റോഡിലാക്കിയിട്ടുണ്ട്. കുട്ടി തിരിച്ചെത്തിയാൽ വിളിക്കണമെന്ന് പറഞ്ഞു. ദൈവമേ, ആ കുഞ്ഞിനൊന്നും പറ്റല്ലേ എന്ന് മീനാക്ഷി പ്രാർത്ഥിക്കുന്നു. ഒന്നും പറ്റില്ല മോളെ, പോലീസുകാർ തിരയുന്നുണ്ട്. അല്ല, ദേവി എവിടെയെന്ന് ജയറാം ചോദിക്കുന്നു. അടുക്കളയിലുണ്ട്, ഞാൻ അച്ഛന് ചായ എടുക്കാമെന്ന് പറഞ്ഞ് മീനാക്ഷി പോകുന്നു. പിറ്റേ ദിവസമാണിപ്പോൾ കാണിക്കുന്നത്. സ്റ്റേഷനിലാണ് കാർത്തി. ഏതോ ഒരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഫയൽ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഒരു കോൾ വരുന്നുണ്ട്. വിളിക്കുന്നത് DGP ആണ്. കുറെ കാര്യങ്ങൾ DGP കാർത്തിയോട് പറയുന്നു. ഇത് കേട്ട് കാർത്തി ഞെട്ടി നിൽക്കുന്നു. ഇതേസമയം മായമ്മയുടെ ചേച്ചി മന്ദാകിനി മീനാക്ഷിക്ക് ഫോൺ ചെയ്യുന്നു. കരഞ്ഞുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത് എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മന്ദാകിനി പറയുന്നു, എൻ്റെ മായമോള് വീട്ടിൽ മരിച്ചു കിടക്കുന്നു. ഇത് കേട്ട് മീനാക്ഷി ഞെട്ടി നിൽക്കുന്നു. അമ്മ എന്ന് പറഞ്ഞ് മായമ്മയുടെ മകൾ അമ്മു അരികിലിരുന്ന് കരയുകയാണ്. ആരോ കൊന്നതാണെന്നും മന്ദാകിനി മീനാക്ഷിയോട് പറയുന്നു. കൊന്നതോ? നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് മന്ദാകിനി. അമ്മു തിരിച്ചു വന്നോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ വന്നു എന്ന് മന്ദാകിനി പറയുന്നുണ്ട്. അവർ ഫോൺ വെച്ചു. ഉടൻ തന്നെ ഒരു പോലീസ് ജീപ്പും അതിന് തൊട്ട് പിന്നാലെ കാർത്തിയുടെ വണ്ടിയും ചെമ്പകമംഗലം വീട്ടുമുറ്റത്തെത്തിയിരിക്കുന്നു. മീനാക്ഷി ഉമ്മറത്തേക്ക് വന്നു. മുത്തശ്ശ ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് മീനാക്ഷി അവരെയൊക്കെ അവിടേക്ക് വിളിക്കുന്നു. കാർത്തിയും ടീമും അവിടേക്ക് വരികയാണ്. ഇപ്പോൾ മുറ്റത്തേക്ക് എല്ലാവരും ഇറങ്ങി നിൽക്കുന്നുണ്ട്. വളരെ സന്തോഷത്തിലാണ് മൈഥിലി. എന്താ കാർത്തിയേട്ടാ ഇത് എന്നെ മീനാക്ഷി ചോദിക്കുമ്പോൾ കാർത്തിക് പറയുന്നു, കാർത്തിയേട്ടനല്ല, ഐ എം കാർത്തിക്, ACP കാർത്തിക്. ഇന്ദ്രജാമിയുടെ തേരോട്ടം, വൈശാഖിന്റെ മാസ്റ്റർ ബ്രെയിൻ. ആ പണി വർക്കൗട്ടായെന്ന് സന്തോഷത്തോടെ മൈഥിലി വിചാരിക്കുന്നു. മിസ്റ്റർ ജയറാമില്ലേ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, എന്താ കാര്യം, നീ കാര്യം പറയടാ. ദേ, നിന്റെ പോലീസ് മുറിയൊന്നും ഇതിനകത്ത് വേണ്ട എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ CI ചോദിക്കുന്നു, ഞാൻ സംസാരിക്കണോ എന്ന്. വേണ്ട എന്ന് പറയുകയാണ് കാർത്തി. സ്വന്തവും ബന്ധവും ഇപ്പോൾ ഇല്ല. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. മിസ്റ്റർ ജയറാമിനെ തിരക്കാണ് ഞങ്ങൾ വന്നത്. അയാൾ എവിടെ? ഇങ്ങോട്ട് വിളിക്കണമെന്നൊക്കെ കാർത്തി പറയുന്നു. എന്താ ഇത്, ഇവരെല്ലാവരും കൂടി എന്താ ഇവിടെ, എന്തിനാ എന്നെ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ച് ജയറാം അവിടെ എത്തി. കാര്യം ഞാൻ പറയാം. മായമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന് കാർത്തി പറയുമ്പോഴാണ് അതവർ അറിയുന്നത്. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. മായമ്മ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജോലിക്കാരി മായമ്മയോ എന്ന് രാജലക്ഷ്മി എടുത്ത് പറയുന്നു. ഞാൻ ഇന്നലെ അവരെ വീട്ടിൽ കൊണ്ട് വിട്ടതാണല്ലോ എന്ന് ജയറാം പറയുമ്പോൾ CI പറയുന്നു, അതെ, വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു, പിന്നെ അവരെ കൊന്നിട്ട് തിരികെ പോന്നു. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ഞാൻ കൊന്നുവെന്നോ? എന്താ സാർ ഇത് എന്ന് ജയറാം ചോദിക്കുമ്പോൾ CI പറയുന്നു, അതെ, നിങ്ങൾ അവരെ കൊന്നു. അനാവശ്യം പറയരുത്. നിങ്ങൾ പോലീസാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. എൻ്റെ മകൻ ആരെയും കൊല്ലില്ല എന്ന് കൈമൾ. ഒന്നുകിൽ നിങ്ങൾ സ്വപ്നം കണ്ടതാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ തകർക്കാനുള്ള ചതിയാണിതെന്ന് മീനാക്ഷി പറയുന്നു. ജയറാം മായമ്മയെ കൊന്നതിന് തെളിവുണ്ടെന്ന് കാർത്തി പറയുന്നു. നിങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നതിന് തക്കതായ തെളിവുണ്ട്. അതിൻ്റെ വീഡിയോ വരെ ആരോ ഞങ്ങളുടെ കമ്മീഷണർക്ക് അയച്ചിട്ടുണ്ട്. ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ അതാണ്. ആ കൊലപാതകം ചെയ്തത് നിങ്ങളാണെന്നുള്ള മട്ടിൽ എല്ലാ കണ്ണുകളും നിങ്ങളുടെ പിന്നാലെയാണ്. മായമ്മ ഞാനിവിടെ കൊണ്ടുവിട്ടു എന്നത് സത്യമാണ്, പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ജയറാം. മിസ്റ്റർ ജയറാം, നിങ്ങളോട് തർക്കിച്ച് നിൽക്കുന്നതിൽ എനിക്ക് ചില പരിമിതിയുണ്ട്. ഞാനൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് നിങ്ങളൊരു കുറ്റവാളി ആയതുകൊണ്ടും ആ പരിധി എനിക്ക് ലംഘിക്കേണ്ടി വരുമെന്നും കാർത്തി പറയുന്നു.
നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം, നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം എന്ന് കാർത്തി പറയുമ്പോൾ കാർത്തി എന്ന് രാജലക്ഷ്മി വിളിക്കുന്നു. കാർത്തിയല്ല, ACP കാർത്തിക് എന്ന് കാർത്തിക് അവരോട് പറഞ്ഞു. മിസ്റ്റർ ജയറാം, തെളിവുകൾ നിങ്ങൾക്കെതിരാണ്. നിങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ. എതിർത്താൽ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരും. അതിനിട വരുത്തരുതെന്ന് കാർത്തി. ഇത് ശത്രുക്കളും പോലീസും ചേർന്നുള്ള ഒത്തുകളിയാണ്. എൻ്റെ അച്ഛന് നേരെ ഇത്തരം ദ്രോഹങ്ങൾ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. ഇനി ഞങ്ങളിത് സഹിക്കില്ല. ഇത് ഞങ്ങളെ വെറുതെ വിടില്ല എന്നൊക്കെ മീനാക്ഷി. ഇൻസ്പെക്ടർ പിടിച്ച് ജീപ്പ് കയറ്റടോ എന്ന് കാർത്തിക് പറയുന്നു. അങ്ങനെ CI ജയറാമിൻ്റെ കയ്യിൽ വിലങ്ങു വെക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ആ കാഴ്ച കാണുകയാണ് മീനാക്ഷി. ബലം പ്രയോഗിക്കേണ്ട, ഞാൻ വരാമെന്ന് ജയറാം പറയുന്നു. അങ്ങനെ ജയറാമിനെ അവർ കൊണ്ടുപോകുന്നു. എല്ലാവരും വളരെ സങ്കടത്തോടെ നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു പോലീസിനെയും കയ്യിലെടുത്തിരിക്കുകയാണ് ഇന്ദ്രജ. അവരെ ഇന്ദ്രജ ഫോൺ വിളിക്കുന്നുണ്ട്. അതെ, ആ ചത്ത മായ്മയുടെ അനിയത്തി മന്ദാകിനി അവിടെ വന്നിട്ടുണ്ട്. അവളെ ഒന്ന് കയ്യിലെടുക്കണം. എന്തെങ്കിലും ഓഫർ ചെയ്തേക്ക്. അവളെ കൊണ്ട് മാക്സിമം മുതലെടുപ്പിക്കണം. മീഡിയക്കാരുടെ മുന്നിൽ നിർത്തി ശരിക്കും ജയറാമിനെ ചീത്ത വിളിപ്പിക്കണം. അവൻ ഇനി ഒരിക്കലും പുറത്തിറങ്ങരുത്. അതിനുള്ള എല്ലാ എവിഡൻസും ഉണ്ടാക്കിക്കോണം എന്നൊക്കെ ഇന്ദ്രജ. അവനെ കൊണ്ട് അവരിവിടെ വരുമ്പോൾ ഞാൻ മന്ദാകിനിയെ കൊണ്ടെല്ലാം ഡീല് ചെയ്യിപ്പിച്ചോളാമെന്ന് പോലീസ് പറയുന്നുണ്ട്. പോലീസ് മന്ദാകിനി അവിടേക്ക് വിളിച്ചു. മരിച്ച മായമ്മയുടെ അനുജത്തി എന്ന് ചോദിക്കുമ്പോൾ മന്ദാകിനി പറയുന്നു, മരിച്ചതല്ലോ, കൊന്നതല്ലേ. പക്ഷേ കൊല ചെയ്ത ആള് ACP കാർത്തികിന്റെ അമ്മാവനാണ്. ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് മന്ദാകിനി അപ്പുറത്തേക്ക് മാറ്റി നിർത്തി പോലീസ് സംസാരിക്കുന്നു. നിങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, അതുപോലെ ചെയ്യണമെന്ന് പറയുന്നു. എന്താണെന്ന് അവർ ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പോലീസ് മന്ദാകിനിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദേ, അവനെ കയ്യിലെടുക്കണമെന്ന് പറയുന്നു. അവനാ വെടക്ക് ജോണല്ലേ എന്ന് മന്ദാകിനി പറയുമ്പോൾ, വെടക്ക ആയാലെന്താ, ഒരു കടൽ മുഴുവനും കലക്കാനുള്ള വിഷം അവൻ്റെ കയ്യിലുണ്ട്. അവന് കൊടുക്കാനുള്ള പണം ഞാൻ നിനക്ക് തരാം. അവനെ നീ കയ്യിലെടുക്കണമെന്നും പോലീസ് പറയുന്നു. മന്ദാകിനി അതിന് തയ്യാറാണ്. ആ ജോണിൻ്റെ അരികിൽ വന്ന് മന്ദാകിനി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എല്ലാം കേട്ട ശേഷം ജോൺ ഓകെ എന്ന് പറയുന്നു. മീഡിയക്കാർ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. മീഡിയക്കാരുടെ മുന്നിലേക്കാണ് മന്ദാകിനിയും ജോണും വന്നത്. ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ്. ജയറാം എൻ്റെ അനുജത്തെ കൊന്നതാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മന്ദാകിനി അവരോട് പറയുമ്പോൾ ജയറാമിനെ ജയിലിലടയ്ക്കണം എന്ന് പറഞ്ഞ് ജോണും ടീമും അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. മീഡിയയ്ക്ക് മുന്നിൽ നിന്ന് കരയുകയാണ് മന്ദാകിനി. ഈ സമയത്താണ് CI ജയറാമിനെയും കൊണ്ട് അവിടേക്ക് വന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെയാണ് ജയറാം അവിടേക്ക് വന്നത്. പിന്നീട് കാണിക്കുന്നത് ജയറാമിനെ ചോദ്യം ചെയ്യുകയാണ്. മുന്നിലേക്ക് വന്നത് കാർത്തിക് തന്നെ, തൊട്ടരികിൽ CIയും. എല്ലാ കുറ്റവാളികളോടും ഞങ്ങൾ ആദ്യം പറയുന്ന വാക്ക് നിങ്ങളോടും പറയാം. നിങ്ങളോട് ചോദിക്കുന്നതിനെല്ലാം സത്യസന്ധമായ ഉത്തരം പറഞ്ഞാൽ ഈ ചടങ്ങ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം എന്ന് പറയുമ്പോൾ ജയറാം പറയുന്നു, ഞാൻ അസത്യം പറയുന്നത് എന്തിനാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ്. അത് വിട്ടേക്ക്. മായ്മയെ കൊന്നത് നിങ്ങളാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള തെളിവാണ് എന്ന് കാർത്തി പറയുമ്പോൾ ജയറാം പറയുന്നു, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനൊരു ക്രൂരനൊന്നുമല്ല. ആ പാവത്തെ കൊല്ലേണ്ട കാര്യം എനിക്കെന്താ? ഒരു അനാഥ പെണ്ണിനെ വേട്ടയാടാൻ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ ഞാനൊരു കാബാലികനല്ല സർ. ആ സ്ത്രീയുടെ മരണം തന്നെ എന്നെ മാനസികമായി വല്ലാതെ തളർത്തിയിരിക്കുകയാണ്. എനിക്ക് അവരോട് അനുകമ്പയും അലിവും ഒക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരികളായ സ്ത്രീകളോട് നിങ്ങൾക്കുള്ള അനുകമ്പ വളരെ പ്രസിദ്ധമാണല്ലോ. മറ്റൊരു സ്ത്രീയോടുള്ള അനുകമ്പ പരിധി വിട്ടിട്ടാണല്ലോ അവരെ മുകളിൽ നിന്നും തള്ളി താഴെയിട്ടത് എന്നൊക്കെ CI. ആ കേസിൽ ബഹുമാനപ്പെട്ടത് കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടതാണ്. അത് ഇവിടെ കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല എന്ന് ജയറാം CIയോട് പറയുന്നു. കോടതി വെറുതെ വിട്ടു എന്ന് കരുതിയതൊരു കൊലപാതകമല്ല എന്ന് പറയാൻ സാധിക്കുമോ എന്ന് CI പറയുന്നുണ്ട്. തുറന്ന് പറയും, മായമയെ കൊല്ലാനുള്ള കാരണം എന്തായിരുന്നു എന്ന് കാർത്തി ജയറാമിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.